രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് എടുത്താൽ മാത്രം സജീവമാകുന്ന വാഗ്ദാന രാഷ്ട്രീയത്തിന്റെ പഴയ മുഖം വീണ്ടും പുറത്തു വരികയാണ്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വപ്ന പ്രഖ്യാപനങ്ങൾ കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാമെന്ന പഴയ തന്ത്രം വീണ്ടും പരീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വർഷങ്ങളായി അധികാരം അനുഭവിച്ചിട്ടും രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാതെ പോയ അതേ രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇന്ന് വീണ്ടും സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും എന്ന പേരിൽ വാഗ്ദാനങ്ങളുടെ പൊതുവിപണി തുറക്കുന്നത്. പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ കൊള്ളാലോ എന്ന് പറഞ്ഞ് കമിഴ്ന്നു വീഴുന്നതിന് മുൻപ് ഇതേ നേതൃത്വത്തിന്റെ വാഗ്ദാന സീരീസിൽ എത്ര എണ്ണം നടപ്പാക്കി എന്ന് കൂടി അറിഞ്ഞിരുന്നാൽ കൊള്ളാം. പക്ഷെ നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ ആവർത്തിച്ച് ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത് രാഷ്ട്രീയ ഉത്തരവാദിത്ത കുറവല്ലേ എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം വിതറി കോട്ടയത്തെ UDF പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കേട്ടിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിക്കുമെന്നാണ്. മാത്രമല്ല ഈ താങ്ങുവിലയെ പടിപടിയായി 3000 രൂപയാക്കി ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. ഇത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ KSRTC 10 താഴിട്ട് പൂട്ടേണ്ടി വരുമെന്നാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്. പലപ്പോഴും എന്തൊരു നടക്കാത്ത സ്വപ്നം എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രഖ്യാപനങ്ങളെ സാധാരണക്കാർ കാണുന്നത്. അധികാരത്തിൽ വന്നെങ്കിലല്ലേ നടപ്പാക്കേണ്ടതുള്ളൂ എന്നതിനാൽ രാഹുൽ ഭരണം കിട്ടാൻ വായിൽ വരുന്നത് എന്തും പ്രഖ്യാപിക്കുകയാണ്. കടത്തിൽ മുങ്ങി ഖജനാവുള്ള കേരളത്തിലെ സർക്കാരിന് എവിടെ നിന്നെടുത്താണ് ഇതെല്ലാം നടപ്പാക്കാൻ കഴിയുന്നത്? ഇക്കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ബീഹാർ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തമാശയായിരുന്നു. രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്ക് മാസം തോറും 3000 രൂപ പെൻഷനും തൊഴിലില്ലാത്ത യുവാക്കൾക്ക് മാസം 4000 രൂപ പെൻഷനുമായിരുന്നു. എന്തൊരു നടക്കാത്ത സ്വപ്നം എന്ന് തന്നെയാണ് അന്നും സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രഖ്യാപനത്തെ കുറിച്ച് പ്രതികരണം വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്ക് മാസം 8500 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുമെന്നാണ്. ഇതെല്ലാം നടപ്പാകുന്ന കാര്യമല്ലെന്ന് ജനങ്ങൾക്കറിയാം. അതിനാൽ ജനം ഇടത് ചെവിട്ടിലൂടെ കേട്ട് വലത് ചെവിട്ടിലൂടെ വിടും. 2025 ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും നടക്കാത്ത വോട്ട് ചോരി ആരോപണം ഉയർത്തിയതിനെ അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര വരെ വെള്ളത്തിൽ വരച്ച വരെയായി. ബീഹാറിൽ പ്രിയദർശിനി ഉഡാൻ യോജന എന്ന പദ്ധതിയുടെ പേരിൽ സ്ത്രീകൾക്ക് മാസം 2500 രൂപയാണ് വാഗ്ദാനം ചെയ്തത്. ഇതൊന്നും നടക്കാൻ പോകുന്നതല്ലെന്ന് മനസ്സിലാക്കിയ ജനം രാഹുൽ ഗാന്ധിയെയും അദ്ദേഹം ഉൾപ്പെട്ട മഹാഗഡ്ബന്ധനെയും തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ 54 വർഷത്തോളം ഇന്ത്യ ഭരിച്ച രാഹുൽ ഗാന്ധിയുടെ പൂർവ്വസൂരികൾ ഗരീബി ഹഠാവോ മുതൽ എത്രയോ വാഗ്ദാനങ്ങൾ ഉയർത്തി. അതെല്ലാം ജനങ്ങളെ മോഹിപ്പിച്ചതല്ലാതെ ഇന്ത്യ എന്നും ഇരുട്ടിൽ തപ്പി നടന്നു. പകരം മോദി വിഭാവനം ചെയ്തത് വാഗ്ദാനങ്ങളായിരുന്നില്ല, ജനക്ഷേമമായിരുന്നു. ശുചിത്വമുള്ള രാഷ്ട്രീയത്തിനായി സ്വച്ഛ് ഭാരത് അഭിയാൻ, ജൻധൻ യോജനയിലൂടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, ഇൻഷുറൻസ് പരിരക്ഷ. 2022 എല്ലാവർക്കും പാർപ്പിടം പദ്ധതിയിലൂടെ 2 കോടി വീടുകളുടെ നിർമ്മാണം. വ്യവസായ സംരംഭങ്ങൾക്ക് വായ്പയുമായി മുദ്ര ബാങ്ക് യോജന. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യമാകെ നെറ്റ് കണക്ഷൻ. കള്ളപ്പണ ഇടപാടുകൾ തടയാൻ കർശന ബ്ലാക്ക് മണി നിയമം. യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ദീൻദയാൽ ഗ്രാമീൺ കൗശല്യ യോജന. കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന പദ്ധതി. വനിതാ പട്ടിക വിഭാഗ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി. സാർക്ക് രാജ്യങ്ങൾക്കായി ഇന്ത്യയുടെ സമ്മാനമായി പൊതു ഉപഗ്രഹം. ഇതെല്ലാം അതിൽ ചിലതു മാത്രം. അതേസമയം LDF സർക്കാർ ചെയ്തതോ അവരുടെ പാർട്ടിക്ക് മാത്രം നേട്ടമാകുന്ന ചില കാര്യങ്ങൾ മാത്രം. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നവർ പറയുന്നതിന്റെ അർത്ഥമേ അതാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങൾ ഇനി വിലപ്പോവില്ല. കാരണം ജനം എല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു.